ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യവുമായി രാസലഹരിക്കും വർദ്ധിച്ചുവരുന്ന അക്രമ സംഭവങ്ങൾക്കുമെതിരെ യുവജനങ്ങളെ പങ്കെടുപ്പിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും. ഈ മാസം 15-നകം ജില്ലയിലെ ബ്ലോക്ക് മേഖലാ കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ മാസം 15-നകം ജില്ലയിലെ ബ്ലോക്ക് മേഖലാ കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ക്ലബ്ബുകൾ, വായനശാല പ്രവർത്തകർ തുടങ്ങിയവരെ പങ്കെടുപ്പിക്കും. പ്രാദേശികമായി വീട്ടുമുറ്റ സദസ്സുകൾ നടത്തും. ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരെയും വിതരണം ചെയ്യുന്നവരെയും നിരീക്ഷിക്കാൻ ജനകീയ സ്ക്വാഡുകൾ രൂപീകരിച്ച് വിവരശേഖരണം നടത്തി അധികൃതർക്ക് കൈമാറും. ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തി പഞ്ചായത്ത് തലങ്ങളിൽ ആരംഭിച്ച കായിക മത്സരങ്ങൾ വ്യാപിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തുടർച്ചയായി ഡിവൈഎഫ്ഐ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലഹരി ആവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തി യുവാക്കളെ കളിയിടങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ലഹരിക്കെതിരായ ക്യാമ്പയിൻ്റെ കൂടി ഭാഗമായി കായിക മത്സരങ്ങൾ തുടർച്ചയായി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ മത്സരങ്ങൾ കൂടുതൽ വിപുലമായ ജില്ലയിലുടനീളം ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ പോരാട്ടമാണ്. നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ, ലഹരിക്ക് അടിമപ്പെടുന്ന അല്ലെങ്കിൽ ലഹരിയുടെ വ്യാപനത്തിനെതിരെ ചെറുപ്പത്തെ സംരക്ഷിക്കാൻ, യുവാക്കളെ സംരക്ഷിക്കാൻ, വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ, നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടമാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്നത്. ഈ പോരാട്ടത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഡിവൈഎഫ്ഐ. അതിന്റെ ഭാഗമായിട്ടാണ് പത്രസമ്മേളനം സംഘടിപ്പിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ, പ്രസിഡന്റ് എസ് സുധീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ്, ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ, പ്രസിഡന്റ് ജോബി മാത്യു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.